ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് SBG ഗെയിമിംഗ് ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലെറ്റ്സ് പ്ലേയുടെ ബിഗിനിങ്ങും നമ്മുടെ സബ് രാജ്യത്തിന്റെ ബിഗിനിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ വലിച്ചൊന്നും വരുന്നില്ല. നമുക്ക് നമ്മുടെ ലെറ്റ്സ് പ്ലേയിലോട്ട് കിടക്കാം. അപ്പോൾ തന്നെ നമ്മളൊരു നല്ല കിടിലൻ പൊളപ്പൻ ഏരിയയിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഷീപ്പിനെ കാണാണ്ട്, അപ്പോൾ അതിനെ കണ്ട് തല്ലി വന്നിട്ട് നമുക്ക് അതുകൊണ്ട് എടുക്കാം ഗൂള്. പിന്നെ കുറച്ച് ഫുഡും കിട്ടും. അത് വേറെ കാര്യം. ഈ ഇവിടെ ഒരു പന്നിയൊക്കെ ഉണ്ട്, അതിനെ നമുക്ക് വെറുതെ വിടാം. നമുക്കിനി വുഡ് കളക്ട് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ഷീപ്പ് ഒക്കെ ഉണ്ട്. നീ അവിടെ കടാ, ഞാൻ അപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പംകിൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ 100 ബ്ലോക്കിന്റെ ഉള്ളിൽ ഇവിടെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ കണ്ണ് കണ്ടറിയാം കണ്ടുപിടിക്കുന്നുള്ള ധൈര്യം ഉണ്ട് കൈ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും ലെറ്റ്സ് പ്ലേ വേൾഡ് തന്നെ ഇടണമെന്ന് ഞാൻ പറയാം. കാര്യം കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ വേൾഡ് എൻ്റെ ഡിലീറ്റ് ആയി പോയി ഗൈസ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഓഫ്ലൈനിൽ ഇരുന്നിട്ട് മൈൻക്രാഫ്റ്റ് സൈൻ ചെയ്തു. എൻ്റെ മറ്റേ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് സൈൻ ഔട്ടായി. അപ്പോൾ സൈൻ ചെയ്യാൻ കയറിയപ്പോൾ എൻ്റെ അക്കൗണ്ട് പോയി. ലോഗിൻ ആയപ്പോൾ മൈൻക്രാഫ്റ്റിൽ കയറിയപ്പോൾ എൻ്റെ അക്കൗണ്ട് പോയി. അപ്പോൾ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ സൈൻ ചെയ്തപ്പോൾ എൻ്റെ പേരൊക്കെ SBG ഗെയിമർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ എൻ്റെ വേൾഡ് പോയി. അപ്പോൾ ഞാൻ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യത്തിലാണ് ഞാൻ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വേൾഡിലാവും ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ പോണത്. അപ്പോൾ കുറെ ബിൽഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേസ്. ഒരു ബുക്ക് തന്നെ സെറ്റ് ചെയ്തിരുന്നു ഞാൻ, എപ്പിസോഡ് പാർട്ടൊക്കെ സെറ്റ് ആയിട്ട്. അപ്പൊ ഇന്നത്തെ പാർട്ടില് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഒരു ബേസ് സെറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ അതും സെറ്റ് ആക്കുക ഗൈസ്. അതാണ് ഇന്നത്തെ ഗോൾസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറച്ച് ടൂൾസും മീൻസ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലാങ്കും ഉണ്ട്. നമുക്ക് ഞങ്ങളുടെ ഒരു പിക്കാക്സും ഒരു ആക്സും അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു പിക്കാക്സ് റെഡി, ഒരു വുഡൻ ആക്സും റെഡി. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ വുഡൻ പിക്കാക്സും ആക്സും ഒക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും നമ്മുടെ ഈ ചുറ്റുപാട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഐലൻഡിലേക്കൊക്കെ പോയി നോക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ള സോഴ്സ് ഒന്ന് സെറ്റ് ചെയ്യാം. 2 വൂളായി. ഇവിടെ ഇവിടെ ഒരു ചിക്കൻ നിൽക്കുന്നുണ്ട്. 2 വൂളും കൂടി സെറ്റ് ചെയ്യാം. 3 ഇനി ഇതിനും കൂടെ അടുത്ത് വെക്കാം. വെറുതെ ബാക്കി വെക്കണ്ട. എവിടെ ചാടി പോലെ ഇങ്ങോട്ട് പാടാ. അതിനെ തീർത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ചിക്കനെ കൂടെ കൊണ്ട് തീർക്കാം. അങ്ങനെ അതും തീർന്നു. ഒരെണ്ണം ഇവിടെ സിംഗിളായി നിൽക്കുന്നുണ്ട്. ഇല്ല, 2 ഉണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് 6 ബോളും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ് പോണ വഴിക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല തലപ്പായ സ്ഥലമാണ്. എന്നാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇവിടെ അത്രയ്ക്ക് പോരാന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് കുറച്ച് ദൂരം ഒന്ന് പോകണം. വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കണ്ടില്ലേ. ഇവിടെ നിന്ന് കുറച്ച് പംകിൻസ് നമുക്ക് കുറച്ച് എടുക്കാം. നമുക്ക് നമ്മളൊരു മെഗാ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ആക്കുമ്പോൾ നമുക്ക് കോപ്പർ ഗോളത്തിനൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. അത് മെഗാ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ മ്യൂസിയം പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ അത്ര വലിയ ബിൽഡാവും. അപ്പോൾ അതിന് ഇപ്പൊ തൽക്കാലത്തിന് കുറച്ച് പംകിൻ കൊണ്ടുപോയി അത് സീഡാക്കിയിട്ട് നമുക്കൊരു ഫാം പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പൊ നമുക്ക് അതിനായിട്ട് മുമ്പ് ഇവിടെ കുറച്ച് സാൻഡ് ഉണ്ട് ഗീസ്. അതുകൊണ്ട് ഡെസേർട്ടാന്ന് തോന്നുന്നു. ഡെസേർട്ട് ബയോമി എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് എന്തുട്ടാ, ഇങ്ങോട്ട് ഫോറസ്റ്റ് ആണോ അതോ പ്ലെയിൻ ഏരിയ ആണോ എന്ന് അറിയില്ല. പ്ലെയിൻ ഏരിയ ആണെങ്കിൽ അത്രയും നന്നു എന്നാണ് എൻ്റെ ഒരു വിചാരണം. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. പോയിട്ട് വല്ലാണ്ടൊന്നും കാണണില്ല. ഈ വുഡും പിന്നെ ചെറിയൊരു സ്ലോപ്പ് തന്നെ ഉള്ളു. പിന്നെ അങ്ങോട്ട് റിവറാ, മറ്റേ ഓഷ്യൻ. നമുക്ക് ഈ വുഡ് കൊണ്ട് തന്നെ കളക്ട് ചെയ്യാം. കുറച്ച് വുഡ് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. കുറച്ച് ദൂരം എന്തായാലും നമ്മൾ യാത്ര ചെയ്യണമല്ലേ. അപ്പൊ വുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, ഇനി നമുക്ക് ഈ വുഡും കൂടി ഈ ട്രീയും കൂടി വേണം മൈൻഡ് ചെയ്തെടുക്കാം. വുഡിന്റെ കാര്യത്തിൽ ഒരു ക്ഷാമവും വേണ്ട, അതാണ് എൻ്റെ തിയറി. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് എൻ്റെ വുഡൻ ആക്സ് പൊട്ടാറായി ഗൈസ്. പൊട്ടല്ലേ? പൊട്ടിയില്ല. ഇത് പൊട്ടോ? പൊട്ടിയില്ല. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. പൊട്ടിയില്ല. ഓക്കെ, ഇനി നമുക്ക് കേറാം. നമുക്ക് കേറാൻ പറ്റില്ല. കേറി കേറി കേറി
കയറി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്കിത് സാൻഡ് അല്ല ഗ്രാവലാണ്, സ്റ്റോണാണ്. ദൂരത്തുനിന്നാണ് ഇപ്പോൾ സ്റ്റോണിന്റെ പോലെയാണ്. ഓക്കെ, നമുക്ക് മെല്ലെ അങ്ങോട്ട് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ കണ്ട പംകിനും കുറച്ച് എടുക്കണം. നിൽക്കടാ, ഇനി ചുറ്റുപാളം നിൽക്കാം, അതിനെ അങ്ങോട്ട് തീർത്തു. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് ആ പംകിൻ അങ്ങോട്ട് മൈൻ ചെയ്തെടുക്കാം ഗൈസ്. എവിടെ പോയി? ഇവിടെ അങ്ങോട്ടായിട്ടല്ലേ കണ്ട് നമ്മള്. നമുക്ക് കാട്ടിത്തരൂ. എവിടെ പോയി പംകിൻ? ഇതായിരിക്കുന്നു. അവിടെ ഇത് മറ്റേ സാൻഡ് ഏരിയ അല്ലേ? അത് സാൻഡ് ഏരിയ തന്നെയാ. അപ്പൊ പംകിൻ അവിടെ പോയി. അതാട്ടെ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാട്ടിത്തരാം. ഞാൻ ഇതുവഴി കുറെ 2-3 ഐലൻഡ് ഒക്കെ കടന്ന് വെള്ളമൊക്കെ നീന്തി കടന്ന് വന്നപ്പോൾ ആണ് ഈ സംഭവം കണ്ട് ഗൈസ്. കണ്ടോ നിങ്ങൾ? അത് എന്താന്ന് മനസ്സിലായോ? വില്ലേജ് ഗൈസ്, ഫൈനലി ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. എത്ര നേരം കൊണ്ട് എന്നറിയോ? നമുക്ക് ഈ വുഡ് അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് ആ വില്ലേജ്. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടത് എന്താ മൈൻക്രാഫ്റ്റിൽ സൗണ്ട് ഇപ്പോൾ വന്നത്, നാട്ടിൽ നിന്നും വന്നില്ലല്ലോ എന്ന്. ഞാൻ ഇപ്പോഴാണ് ഹെഡ്സെറ്റ് വെച്ചത്. ഞാൻ നേരത്തെ ഹെഡ്സെറ്റ് വയ്ക്കാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കിനി വില്ലേജ് ആണ്ട് മൊത്തമായിട്ട് ലൂട്ട് ചെയ്യാം ഗൈസ്. എല്ലാവരും പരിപാടിയാണ് ലൂട്ടി. എന്തായാലും ഒക്കെ തിന്നാൻ കിട്ടും ഗൈസ്. അയൺ കോളത്തിലാണല്ലോ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വില്ലേജസിനൊന്നും. ഇവിടെ ഒരു അറ്റം പോകുന്നുണ്ട്. ഇവിടെ പൊട്ടാറ്റോ നമുക്ക് പിന്നെ വന്നെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് ഉണ്ട്. പേപ്പറും സാപ്ലിങ്ങോ വേണ്ട, വാലടച്ചോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഗ്രൈൻഡർ, മറ്റേ സ്റ്റോൺ കട്ടറാണ്. സ്റ്റോൺ കട്ടർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോയിട്ട് ഇവിടെ എന്താ നോക്കാം. കേറടോ. ഇവിടെ ഒരു കുതിര ഇരിക്കുന്നുണ്ട്. അതിന് നമുക്ക് പിന്നെ വന്ന് നമുക്ക് അവിടെ തീർക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊട്ടാണാവോ? ഇതിൻ്റെ ഉള്ളിൽ രണ്ടാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു മുറിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ അമ്മക്ക് പറഞ്ഞില്ലേ, അമ്മക്ക് 4 ബ്രെഡ് കിട്ടി, ഒരു പൊട്ടാറ്റയും കിട്ടി, ഒരു ബുക്കും കിട്ടി. ബുക്ക് അറിയുന്നുണ്ട്. പിന്നെ വന്നെടുക്കാം. നമുക്ക് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ഈ വീട് കൊണ്ട് ഇത് എടുത്താലോ. ഐ മീൻ കുറച്ച് കരാറൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇതുകൊണ്ട് എടുത്താലോ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന്. തന്നെങ്കിൽ നമുക്ക് അതിനെ കൊല്ലാം. വേണ്ട, ജീവിച്ചോട്ടെ. നമുക്ക് നമ്മുടെ ഒരു പൊളപ്പൻ വീടുണ്ടാക്കാം ഗൈസ്. എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട്. ഇവര് ജീവിച്ചു നോക്കട്ടെ, നമുക്ക് എന്തായാലും ആവശ്യമുള്ള അവരാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഇതൊരു പിച്ചക്കാനാണ് തോന്നുന്നു. ഇത് ജോലി ചെയ്യാത്ത വില്ലേജറാണ് ഗൈസ്. മടിയെ ഇവിടുന്ന് ഉറങ്ങാണ്ടില്ലേ പട്ടാപകല്. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയില്ലേ? ക്യാരറ്റ്. ഇതാണ് നമുക്ക് പറിച്ചെടുക്കാം മൊത്തം. ഓക്കെ ഓക്കെ ഓക്കെ. എത്രണ്ണം കിട്ടി? മൊത്തം 37 ക്യാരറ്റ് കിട്ടി. മതി, ഇതൊക്കെ മതി. നമുക്ക് ധാരാളമാണ്. ഇതൊക്കെ വെച്ച് ഫാം ചെയ്ത് സെറ്റാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡും കൈ പിടിച്ചിട്ട് അതാ വേറൊരു പണിയെടുക്കാത്തത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അപ്പൊ എന്തെങ്കിലും നമുക്ക് അതിനെ ഒരു ഹിറ്റ് കൊടുക്കും. പോടാ, നല്ല രസതിൻ്റെ ഒക്കെ സൗണ്ട് ഒക്കെ ആക്കി. പക്ഷെ നമ്മുടെ ഹങ്കർ കുറച്ച് കുറഞ്ഞു തുടങ്ങി. നമുക്ക് ഹങ്കർ ഫുള്ളാക്കിയിട്ട് നേരെ നമുക്ക് വീണ്ടും ലൂട്ടിലോട്ട് കിടക്കാം. ഇവിടെ ഒരു ബെഡിനുള്ളൂ ഗൈസ്. ദാരിദ്ര്യം പിടിച്ച വില്ലേജ്. സംഭവം പോലും നമുക്ക് നല്ലതായിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളില് വീണ്ടും 2 ബ്രെഡ് ഗൈസ്. തിന്നാളുണ്ട്. ഇപ്പൊ 2 ബ്രെഡ് തിന്നോളൂ. 2 വീണ്ടും കിട്ടി. പിന്നെ ഒരു ലെതർ ലെഗിൻസും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ലൂട്ട് തന്നെയാണ്. തിന്നാൻ എന്തെങ്കിലും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് പോവാണെങ്കിൽ ഇവിടെ ഹേബിൾ ഉണ്ട് കേസ്. മറ്റേ അതന്നെ, ഇതാണ് നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ് കേസ്. ഞാൻ നേരത്തെ പറയാൻ മറന്നാണ്. നിങ്ങളെ ചെയ്യുന്നേക്കാൾ എന്നാലും ഞാൻ ലേറ്റായി പറഞ്ഞുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ കേസ്. ഓക്കെ, നമുക്ക് ഇനി ഇത് മൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ മൊത്തം ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോട്ട് കയറിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
അത് ഞാൻ എന്താ കട്ട് ചെയ്ത് കാണിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാവും. എനിക്കൊരു കോള് വന്നു, അതാണ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ബാക്കി ലൂട്ടിലോട്ട് കിടക്കാം. ലൂട്ടിങ്ങിലോട്ട് നമ്മുടെ വില്ലേജ് ലൂട്ട് ചെയ്ത് കഴിഞ്ഞോന്നറിയില്ല. അവിടെ ഉണ്ടല്ലോ കുറച്ച് പേര്, നമുക്ക് അതും കൂടി വേണം അടിച്ചു മാറ്റാം. അങ്ങനെ ഓക്കെ. നമുക്കിപ്പോ അത്യാവശ്യം തിന്നാളെ ലേബലൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. ഇത് അത്യാവശ്യം ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാലിലോട്ട് കിടക്കാം. നമ്മുടെ ബേസ് ബിൽഡിങ്ങിന് പറ്റിയ ഒരു ഏരിയ കണ്ടുപിടിക്കണം. ഒമ്പോ നല്ല വ്യൂ. ഇങ്ങനത്തെ ഒക്കെ വില്ലേജിന്റെ അടുത്ത് ഇങ്ങനത്തെ വ്യൂ ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്തു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബേസ് പണിയണം. എവിടെ പണിയും? ഞാൻ വിചാരിക്കാൻ നമുക്ക് അവിടെ മരത്തിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് എന്തായാലോ. എന്ത് പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ തന്നെ പണിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുത്തെ വുഡും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടോ. ബ്ലൂടൂത്ത് മെസ്സേജ് ആണ്, എന്റെ ഹെഡ്ഫോണിന്റെ ചാർജ് തീരാറായി. അതെന്നെയാന്ന് തോന്നുന്നു സൗണ്ട് മ്യൂസിക് കേൾക്കാത്തത്. മൈൻക്രാഫ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാത്തതാവും. ഓക്കെ, നമുക്ക് ഇനി ആ ഫോറസ്റ്റ് പോയിട്ട് ആ വുഡ് കളക്ട് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ഇത് ബോറാവുന്ന അറിയാം, എന്നാലും ഞാൻ കുറച്ച് ഭാഗം കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ വെക്കട്ടെ, സാധനങ്ങൾ. അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ എങ്ങാനും ഡെഡായ എല്ലാം പോകും. പിന്നെ ഞാൻ സ്പോൺ പോയിന്റിലും പോവാ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പറിച്ച് വരുമ്പോ നല്ല കഷ്ടപ്പാടാ. കുറച്ച് 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട്, ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ സാധനങ്ങൾ വെക്കാം. അവിടെ അതാ ഓക്കെ. അങ്ങനെ കണ്ട് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഡേർട്ട് മാറ്റിയിട്ട് ഇത് ഡബിൾ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ലൂട്ടും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ വെക്കാം. കുറച്ച് ചപ്പും ചവറ് തന്നെ, എന്നാലും കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വുഡ് അത് ഇങ്ങോട്ട് നമുക്ക് ആവശ്യം വരും. ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ ഇൻവെന്ററി ഞങ്ങൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ലെഗിൻസ് ഇന്നോട്ടെ. അത് ഇനി നമുക്ക് നമ്മുടെ ബെഡ് വെച്ചൊരു റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ മൈനിങ്ങിലോട്ട് പോവാം. ഈ വുഡ് കൂടെ വെച്ചൊക്കെ എത്ര സ്റ്റാക്ക് വേണം. ഇനി നമുക്ക് നമ്മുടെ ബേസിന് ആവശ്യമായിട്ടുള്ള വുഡ് അങ്ങോട്ട് കളക്ട് ചെയ്യണം. അത് ഇത്തിരി നല്ല പണിയുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം നല്ല ബേസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം വലുതൊന്നല്ല, എന്നാലും ചെറിയൊരു രീതിക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഞാൻ നമ്മുടെ ബേസും കാര്യങ്ങളും സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് സ്പൈഡർ മല. ഓ ഓ അതാരാ ബേസ്? അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്താൻ വന്ന് കണ്ടങ്ങള് ക്രീപ്പർ മച്ച വെളിഞ്ഞ് വരിക. ഞാൻ ഇപ്പൊ കണ്ടില്ലെങ്കിൽ എന്റെ ബേസിന്റെ സ്റ്റോറേജും പോയി, എല്ലാം പോയിരുന്നു. ഈ ഇപ്പൊ എന്തോ ഇതിന്റെ മേലെ കയറിയിരിക്കുന്നു. താഴെ ഇറങ്ങണേ നീ. ചാട. ഓ, എന്റെ ആക്സും പൊട്ടിന്റെ അടുത്ത്. ഓക്കെ, ഞാൻ എന്റെ ബേസിന്റെ ഹോം ടൂർ ഞാൻ ഇട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അത് കണ്ടവർക്ക് എന്റെ ബേസിന്റെ ഉള്ള ഏരിയയും അറിയുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് എന്റെ സ്റ്റോറേജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് തന്നെ. നമുക്ക് ജനാല പകരം ഞാൻ അവിടെ ട്രാപ്പ് ഡോർ ആണ് വെച്ചത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വീടിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോറേജ് ആക്സസ് ചെയ്യാന്നുള്ള വിധത്തിലാണ് ചെയ്തത്. ഓക്കെ, ഒറ്റ ശ്വാസത്തിൽ വന്നപ്പോൾ ശ്വാസം മുട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ടാറ്റ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.